മലയാളത്തിലെ കംപ്ലീറ്റ് ആക്ടർ. നമ്മൾ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരായ ലാലേട്ടന്റെ സിനിമകൾ ചെറുപ്പം മുതൽ തന്നെ കണ്ടു വളർന്നവരാണ് നമ്മളെല്ലാവരും. ദിനേശ, ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടി കയറ്റി കളിക്കില്ലേ? അതിൽ പല സിനിമകളും നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട്. പല സിനിമകളിലെയും ലാലേട്ടന്റെ അഭിനയം കണ്ട് നമ്മൾ ഞെട്ടിയിട്ടുണ്ട്. ചില സിനിമകളാണെങ്കിൽ കോമഡിയായി തുടങ്ങി അവസാനം നമ്മളെ വേദനിപ്പിച്ച് തീർന്നു പോയിട്ടുണ്ട്. നമ്മളെ ശരിക്കും കരയിപ്പിച്ചിട്ടുമുണ്ട്. അങ്ങനെ നമ്മളെ കരയിപ്പിച്ച, എന്താ പറയാ, നമ്മുടെ ഹൃദയം തകർത്ത 10 ലാലേട്ടൻ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു നിമിഷം നിങ്ങൾക്ക് മകനായിട്ട് കാണാം. ഈ ജന്മം ഉപേക്ഷിക്കാൻ ഒരിത്തിരി വിഷം. സിനിമകളെ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് സിനിമകളുടെ ക്വാളിറ്റിയുടെയോ അല്ലെങ്കിൽ ലാലേട്ടന്റെ അഭിനയത്തിന്റെയോ ബേസിലല്ല, എന്നെ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. എന്നാൽ നമുക്ക് ലിസ്റ്റിലേക്ക് പോകാം. നിന്നിഷ്ടം എന്നിഷ്ടം. ആരുമില്ലാത്ത, ഒരു ജോലിയില്ലാത്ത നിഷ്കളങ്കനായ ശ്രീകുട്ടന് കണ്ണ് കാണാത്ത പൂക്കാരി പെൺകുട്ടി ശാലിനിയോട് ഇഷ്ടം തോന്നുന്നു. ശാലിനിയെ ഇംപ്രസ് ചെയ്യാൻ പണക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുന്നു. പിന്നീട് അവർ പ്രണയത്തിലാകുന്നു. ശാലിനിക്ക് കാഴ്ച കിട്ടാൻ പണമുണ്ടാക്കാൻ കഷ്ടപ്പെടുന്ന ശ്രീകുട്ടന് തന്റേതല്ലാത്ത ഒരു കുറ്റം കൊണ്ട് ജയിലിൽ പോകേണ്ടി വരുന്നു. പാട്ടുപാടാൻ അറിയാവുന്ന ശാലിനി അതിനിടയിൽ വലിയ പാട്ടുകാരിയാവുന്നു. 1986 ഇറങ്ങിയ ആലപ്പുഴ അഷ്റഫ് ഡയറക്ട് ചെയ്ത എന്നിഷ്ട നിന്നിഷ്ടത്തിൽ ഒരു നഷ്ടപ്രണയത്തിന്റെ കഥയാണ് പറഞ്ഞത്. സിനിമയുടെ ക്ലൈമാക്സിൽ ശാലിനി സ്റ്റേജിൽ പാട്ട് പാടുമ്പോ ലാലേട്ടൻ പാട്ട് പാടിക്കൊണ്ട് അവിടേക്ക് വരുന്ന സീനുണ്ട്. ശാലിനി ആദ്യമായിട്ട് തന്റെ ശ്രീയേട്ടനെ കണ്ടിട്ട് ശ്രീകുട്ടന്റെ അടുത്തേക്ക് വരുന്നതും, എന്നാ കത്തിക്കുത്തുകൊണ്ട ശ്രീകുട്ടൻ ശാലിനിയുടെ മടിയിൽ കിടന്ന് മരിക്കുന്നതോടെയാണ് സിനിമ കഴിയുന്നത്. ലാലേട്ടന്റെ ആ സീനിലെ അഭിനയവും ആ പാട്ടും ചിക്കു എന്ന ആ വിളിയും സിനിമ കഴിഞ്ഞും ശരിക്കും നമ്മളെ സങ്കടപ്പെടുത്തും. ഭരതം. കർണാടിക് സംഗീത പാരമ്പര്യമുള്ള പ്രശസ്തനായ രാമൻ കച്ചേരികൾ ചെയ്യുന്ന ആളാണ്. ഒരിക്കൽ കച്ചേരി നടക്കുമ്പോൾ അനിയൻ ഗോപിക്ക് രാമന് പകരം പാടേണ്ടി വരുന്നു. സംഗീതത്തിൽ ഒരു പടി മുന്നിലായ ഗോപിയോട് രാമന് അസൂയ ഉണ്ടാകുന്നു. പിന്നീട് ഗോപിയുടെ കഴിവുകൾ അംഗീകരിക്കുന്ന രാമൻ ഒരു ആക്സിഡന്റിൽ മരിച്ചു പോകുന്നു. രാമൻ മരിച്ചതറിയാതെ രാമൻ വരുമെന്ന് വിശ്വസിക്കുന്ന വീട്ടുകാരുടെ മുമ്പിൽ അറിഞ്ഞ സത്യം ഗോപിക്ക് പറയാനാകുന്നില്ല. ലോഹിദാസ് എഴുതി സിബിമലയിൽ ഡയറക്ട് ചെയ്ത് 1991 ഇറങ്ങിയ ഭരതം സംഗീതത്തിന്റെ അകമ്പടിയോടെയായിരുന്നു കഥ പറഞ്ഞത്. അനിയത്തിയുടെ കല്യാണം നടക്കാൻ ഏട്ടൻ മരിച്ച വിവരം ഉള്ളിലൊതുക്കി പാടുമ്പോഴും, രാമന്റെ മകനെ കൊണ്ട് ബലിയിടിക്കുമ്പോ എന്റെ അച്ഛൻ ആരാണ് കൊന്നതെന്ന് അവൻ ചോദിക്കുമ്പോഴും, അവസാനം ഗോപിയാണ് രാമനെ കൊന്നതെന്ന് എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോഴുള്ള ലാലേട്ടന്റെ അഭിനയം ശരിക്കും കാണുന്ന നമ്മളെയും സങ്കടപ്പെടുത്തും. എന്ത് പ്രായച്ചിത്തമാണ് ഞാൻ ചെയ്യേണ്ടത്? ഏത് അഗ്നിയിലാണ് ദഹിക്കേണ്ടത്? ലാലേട്ടന്റെ ആ അഭിനയം നാഷണൽ അവാർഡിൽ കുറഞ്ഞതൊന്നും അറിയിക്കുന്നില്ലായിരുന്നു. എനിക്കറിയാം നിന്നെ. ഇനിയെങ്കിലും മതി വരുവോളം ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ നിനക്ക്. താളവട്ടം. സ്നേഹിച്ച പെൺകുട്ടി ഒരു ആക്സിഡന്റിൽ മരിച്ചതിന്റെ ഷോക്കിൽ സമനില തെറ്റിയ വിനോദ് ഡോക്ടർ രവീന്ദ്രൻ നടത്തുന്ന മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. വിനോദിനെ അടുത്തറിയാവുന്ന, അനിയനെ പോലെ കാണുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർ ഉണ്ണികൃഷ്ണനും വിനോദിന്റെ അവസ്ഥയ്ക്ക് പിന്നിലെ കാരണം മനസ്സിലാക്കുന്ന രവീന്ദ്രന്റെ മകൾ ഡോക്ടർ സാവിത്രിയും വിനോദിന്റെ അസുഖം ഭേദപ്പെടുത്താൻ ശ്രമിക്കുന്നു. വിനോദുമായി കൂടുതലെടുത്ത സാവിത്രിക്ക് വിനോദിനോട് ഇഷ്ടം തോന്നുന്നു. ഈ ബന്ധത്തിനെ എതിർക്കുന്ന രവീന്ദ്രൻ രോഗം ഭേദമായിട്ടും വിനോദിനെ ഹോസ്പിറ്റൽ വിട്ടു പോകാൻ അനുവദിക്കുന്നില്ല. സാവിത്രിയും വിനോദും ആരും അറിയാതെ ഉണ്ണികൃഷ്ണന്റെ സഹായത്തോടെ ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ തീരുമാനിക്കുന്നു. വൺ ഫ്ലൂ ഓവർ കുക്കൂസ് നെസ്റ്റിന്റെ മലയാള അഡാപ്റ്റേഷനായ 1986 ഇറങ്ങിയ താളവട്ടം കോമഡിയിൽ തുടങ്ങി അവസാനം നെഞ്ചു തകർക്കുന്ന മറ്റൊരു പ്രിയദർശൻ ബ്രില്യൻസ് ആയിരുന്നു. നെടുമുടി വേണു ചെയ്യുന്ന ഉണ്ണികൃഷ്ണന്റെ വിനോദുമായുള്ള അടുപ്പത്തെയും ബന്ധത്തെയും ആഴത്തിൽ കാണിച്ച് അവസാനം വിനോദ് കോമയിലായി എന്ന് മനസ്സിലാകുമ്പോൾ അത്രയ്ക്കും ഇഷ്ടപ്പെട്ട അനിയനെ പോലെ കണ്ട വിനോദിനെ ഉണ്ണികൃഷ്ണൻ കൊല്ലുന്ന സീനിന് മുമ്പ് ലാലേട്ടന്റെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നുണ്ട്. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നത് പോലെ ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെടുന്ന സാവിത്രിയുടെയും വിനോദിന്റെയും താളവട്ടത്തിലെ ക്ലൈമാക്സ് ഒന്ന് നെഞ്ചു പിടയ്ക്കാതെ കണ്ടിരിക്കാനാവില്ല. ഞാൻ അവനെ കൊന്നു. ജീവനില്ലാതെ ജീവിക്കുന്ന വിനുവിനെ ആർക്കും ആവശ്യം. So I did it for him. ഭ്രമരം. 7ാം ക്ലാസ്സിൽ കൂടെ പഠിച്ച ഉണ്ണി, അലക്സ് എന്നിവർ ചെയ്ത തെറ്റിന് 10 വർഷം ജയിലിൽ കഴിയേണ്ടി വന്ന ശിവൻകുട്ടിയുടെ ഭാര്യയും മകളും ശിവൻകുട്ടിയുടെ ശിക്ഷയെക്കുറിച്ച് അറിഞ്ഞ് വീട് വിട്ടു പോകുന്നു. ഒരുപാട് സ്നേഹിച്ചിരുന്ന മകൾ പോലും ശിവൻകുട്ടിയെ പേടിയോടെ നോക്കുന്നു. തന്റെ നിരപരാധിത്വം മകളുടെ മുമ്പിലെങ്കിലും തെളിയിക്കാൻ ശിവൻകുട്ടി ഉണ്ണിയെയും അലക്സിനെയും തന്റെ വീട്ടിലെത്തിക്കാൻ ശ്രമിക്കുന്നു. ഉണ്ണിയും അലക്സും വേറെ വഴിയില്ലാതെ തങ്ങൾ ചെയ്ത തെറ്റുകൾ മകളുടെ മുമ്പിൽ ഏറ്റുപറയാൻ ശിവൻകുട്ടിയുടെ കൂടെ പോകേണ്ടി വരുന്നു. മുഴുനീള ത്രില്ലർ സിനിമ കൂടിയായ ഭ്രമരം ബ്ലസ്സി ഡയറക്ട് ചെയ്ത് 2009 ഇറങ്ങിയത്. സിനിമയിൽ അവസാനം ശിവൻകുട്ടിയോട് കുറ്റമേറ്റു പറഞ്ഞ് മകളെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് ഉണ്ണിയും അലക്സും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ് പ്രതീക്ഷിച്ചതിന് ശേഷമുള്ള അവസാന 10 മിനിറ്റാണ് സിനിമ ശരിക്കും കാണുന്ന പ്രേക്ഷകന്റെ നെഞ്ചു പൊട്ടിക്കുന്നത്. ശിവൻകുട്ടിയുടെ വീട്ടിലെത്തുന്ന ഉണ്ണിയും അലക്സും കാണുന്നത് മറവ് ചെയ്ത് കിടക്കുന്ന ശിവൻകുട്ടിയുടെ ഭാര്യയും മകളെയാണ്. ആ സമയത്തുള്ള ലാലേട്ടന്റെ അഭിനയമുണ്ട്,
ഒരു ഈച്ചയുടെ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ ഡിസ്റ്റർബ് ആകണേ, ആകെ മാനസിക നില തെറ്റിയ പോലെ. ശിവൻകുട്ടിയുടെ ഉള്ളിലെ വേദന ശരിക്കും നമ്മളെ മനസ്സിലാക്കി തരുന്ന ആ ഒരു പ്രകടനം നമ്മളെ ശരിക്കും കരയിപ്പിക്കും. ശിവൻകുട്ടിയുടെ അമ്മയെ അഭിനയിച്ച KP ലളിതയുടെ കരച്ചിലൂടെ ആകുമ്പോൾ ആ സീനിന്റെ ഇമ്പാക്ട് ഒന്നുകൂടി കൂടി. സിനിമയുടെ അവസാനം ലാലേട്ടന്റെ ഒരു ഡയലോഗ് കൂടി ഉണ്ട്. എന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് എങ്ങോട്ടാന്ന് വെച്ചാ പോയി രക്ഷപ്പെട്ടോ. ആ സീനില് ലാലേട്ടന്റെ അഭിനയം കൂടി ആകുമ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞാലും ശിവൻകുട്ടി പെട്ടെന്നൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. ഞാനിനി എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. സദയം. പ്രായപൂർത്തിയാകാത്ത 2 പെൺകുട്ടികളടക്കം 3 പേരെ കൊന്ന കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിച്ച സത്യൻ തൂക്കുകയർ കാത്തു കിടക്കുന്നു. തന്റെ മകനെ കൊന്ന കൊലപാതകിയോട് തുടക്കത്തിൽ വെറുപ്പുണ്ടായിരുന്ന ജയിൽ ഡോക്ടർ നമ്പ്യാർ കൊലപാതകത്തിന് പിന്നിലെ കാരണം മനസ്സിലാകുമ്പോൾ സുപ്രീം കോടതിയിൽ ദയാഹർജിക്ക് പോകുന്നു. MT വാസുദേവൻ നായർ എഴുതി സിബിമലയിൽ ഡയറക്ട് ചെയ്ത് 1992 ഇറങ്ങിയ സദയത്തിലെ മോഹൻലാൽ ചെയ്ത സത്യൻ തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ ഇമോഷണലി വേട്ടയാടും. ലാലേട്ടന്റെ സത്യനായുള്ള അഭിനയം, പ്രത്യേകിച്ചും കുട്ടികളെ കൊല്ലുമ്പോഴുള്ള മാനസിക നില തെറ്റിയ ചിരി, തൂക്കിലേറ്റം പോകുന്ന ദിവസം ശ്രീനിവാസന്റെ കഥാപാത്രം സത്യനോട് സിമ്പതി കാണിക്കുമ്പോൾ മോഹൻലാലിന്റെ മറുപടിയും ചിരിയും, അല്പസമയം കഴിഞ്ഞ് വധശിക്ഷയ്ക്ക് സ്റ്റേ കിട്ടിയെന്ന് കേൾക്കുമ്പോഴുള്ള ലാലേട്ടന്റെ കരച്ചിലും, ശരിക്കും മോഹൻലാൽ എന്ന നടന്റെ അഭിനയത്തിലെ റേഞ്ച് കറക്റ്റായിട്ട് ഒപ്പിയെടുക്കാൻ സിബിമലയിലിന് പറ്റിയിട്ടുണ്ട്. ദയാഹർജിക്ക് പോസിറ്റീവായ റെസ്പോൺസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷ നൽകി അവസാനം ഒരു പ്രതീക്ഷയും ഇല്ലെന്ന് മനസ്സിലാകുമ്പോഴുള്ള സത്യനായുള്ള ലാലേട്ടന്റെ അഭിനയവും അവസാനത്തെ സീനുകളും എല്ലാം ശരിക്കും നമ്മളെ കരയിപ്പിക്കും. പവിത്രം. നാട് വിട്ടുപോയ അച്ഛനും പ്രസവത്തിൽ മരിച്ച അമ്മയ്ക്കും പകരമായി ഏട്ടൻ ഉണ്ണി മീനാക്ഷിയെ മകളെ പോലെ ചെറുപ്പം തൊട്ട് വളർത്തുന്നു. മീനാക്ഷി ഉണ്ടായതുകൊണ്ട് താൻ സ്നേഹിക്കുന്ന മീരയെ പോലും ഉണ്ണിക്ക് വേണ്ടെന്ന് വയ്ക്കേണ്ടി വരുന്നു. എന്നാൽ വളർന്നു വലുതായ മീനാക്ഷിക്ക് ഉണ്ണി പഴഞ്ചനാണെന്ന് തോന്നുന്നു. ഉണ്ണിയോട് ഇഷ്ടം കുറയുന്നു. രാജീവ് കുമാർ ഡയറക്ട് ചെയ്ത് 1994 ഇറങ്ങിയ പവിത്രത്തിൽ അനിയത്തിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഏട്ടന്റെ കഥയാണ് പറഞ്ഞത്. ഉണ്ണിയുടെയും മീനാക്ഷിയുടെയും ഇടയിലുള്ള ബന്ധത്തെ ആഴത്തിൽ കാണിക്കുന്ന ഫസ്റ്റ് ഹാഫിന് ശേഷം ഏട്ടച്ചൻ പഴഞ്ചനാണെന്ന് മീനാക്ഷിക്ക് തോന്നുന്ന രണ്ടാം പകുതിയിൽ മീനാക്ഷി ഉണ്ണി ചെയ്തതെല്ലാം ഉണ്ണിയുടെ സ്വാർത്ഥത കൊണ്ടാണെന്ന് പറയുന്ന സീനിൽ ഇതെന്റെ മീനാക്ഷി അല്ലെന്ന് പറയുന്ന ഉണ്ണി നമ്മളെ സങ്കടപ്പെടുത്തും. ഇത് നമ്മുടെ മീനാക്ഷി അല്ല, അവൾ എന്നോട് ഇങ്ങനെ പറയത്തില്ല. എന്നാൽ തനിക്ക് ആകെ സ്വന്തമായുള്ള മീനാക്ഷിയെ പൂർണ്ണമായി നഷ്ടപ്പെട്ടെന്ന് തോന്നി ആകെ സമനില തെറ്റിയ ഉണ്ണിയായി അഭിനയിച്ച ലാലേട്ടന്റെ അഭിനയം അവസാനത്തെ 10 മിനിറ്റ് ശരിക്കും നമ്മുടെ കണ്ണ് നനയിക്കും. മീനാക്ഷിയുടെ മുമ്പിൽ വെച്ച് മീനാക്ഷി എവിടെയെന്ന് ഉണ്ണി ചോദിക്കുന്ന സീനും, മീനാക്ഷി എവിടെ? അതിന്റെ കൂടെ KP ലളിത ചെയ്യുന്ന പുഞ്ചിരി ചേച്ചിയുടെ കരച്ചിൽ കൂടിയാകുമ്പോ മീനാക്ഷി എവിടെ? ഉണ്ണിയുടെ വേദന ശരിക്കും നമ്മളിലേക്ക് എത്തും. ചിത്രം. അവസാനമായി ലീവിന് വരുന്ന അച്ഛന് മുമ്പിൽ മുടങ്ങിപ്പോയ കല്യാണം അറിയിക്കാതിരിക്കാൻ കല്യാണി വിഷ്ണുവിനെ ദിവസക്കൂലിക്ക് ഭർത്താവായി വെക്കുന്നു. തുടക്കത്തിൽ കണ്ണെടുത്ത കണ്ടുകൂടാത്ത വിഷ്ണുവിനോട് പിന്നീട് കല്യാണിക്ക് ഇഷ്ടമുണ്ടാകുന്നു. വധശിക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമുള്ള മകന്റെ ചികിത്സയ്ക്ക് വേണ്ടി പണം കണ്ടെത്താൻ ജയിൽ ചാടി വന്ന ആളാണ് വിഷ്ണു എന്ന് വീട്ടിൽ അതിഥിയായി വേഷം മാറി വന്ന ജയിൽ സൂപ്രണ്ട് വഴി കല്യാണി അറിയുന്നു. പ്രിയദർശന്റെ ബോക്സ് ഓഫീസ് റെക്കോർഡുകളെല്ലാം തകർത്ത 1988 ഇറങ്ങിയ ചിത്രം ഒരിക്കലും മറക്കാനാവാത്ത ലാലേട്ടന്റെ കഥാപാത്രത്തെയാണ് നമുക്ക് വിഷ്ണുവിലൂടെ തന്നത്. 2 മണിക്കൂർ ചിരിച്ച് ആസ്വദിച്ച് കണ്ട സിനിമയുടെ അവസാനത്തിലെ അരമണിക്കൂർ വിഷ്ണുവിന്റെ ജീവിക്കാനുള്ള ആഗ്രഹത്തിലൂടെയും പ്രിയദർശൻ തന്നെ എഴുതിയ ഇമോഷണൽ ഡയലോഗുകളിലൂടെയും ശരിക്കും നമ്മളെ കരയിപ്പിക്കും. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് പറ്റില്ലല്ലോ എന്ന് പറയുമ്പോഴുള്ള ഇല്ല അല്ലേ? സാരല്ല. ചെറിയ ചിരി കലർന്ന ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന ഭാവവും മരിച്ച് നക്ഷത്രമായി മുകളിൽ വരുന്ന ഡയലോഗെല്ലാം നാളെ മുതൽ ആകാശത്തെ ഒരു പുതിയ നക്ഷത്രം ഞാനായിരിക്കും. ഞാൻ അവിടെ നിന്ന് എന്നും നിന്നെ കാണും. കണ്ണ് നിറയാതെ നമുക്ക് കണ്ടിരിക്കാനാവില്ല. നിന്നോട് യാത്ര പറയേണ്ടത് മാത്രം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കല്യാണിക്കുട്ടി. ദശരഥം. ജനിച്ചയുടനെ അമ്മ ഉപേക്ഷിച്ച അച്ഛന്റെ സ്നേഹം കിട്ടിയിട്ടില്ലാത്ത രാജീവ് മേനോൻ മരിച്ചുപോയ റിച്ചായ അച്ഛൻ ഉണ്ടാക്കിയ സ്വത്തും മാനേജർ നോക്കി നടത്തുന്ന ബിസിനസ് കൊണ്ടും തോന്നിയ പോലെ കുടിച്ച് ജീവിക്കുന്നു. കുട്ടികളോട് ഇഷ്ടം തോന്നുന്ന രാജീവിന് സ്വന്തമായൊരു കുട്ടിയെ വേണമെന്ന് തോന്നുന്നു. എന്നാൽ അതിനുവേണ്ടി കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്ത രാജീവ് ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ നടത്താൻ പടത്തിന് അത്യാവശ്യമായിരുന്ന ആനിയെ കണ്ടെത്തുന്നു. പ്രതീക്ഷയോടെ ആനി പ്രസവിക്കാൻ കാത്തിരിക്കുന്ന രാജീവിന് പക്ഷേ പ്രസവശേഷം കുട്ടിയെ കൊടുക്കാൻ ആനി സമ്മതിക്കുന്നില്ല. 1989 ഇറങ്ങിയ ലോഹിതദാസ് സിബിമലയിൽ ടീമിന്റെ ദശരഥത്തിലെ ആർക്കും സ്നേഹം കൊടുത്തിട്ടില്ല, കിട്ടിയിട്ടുമില്ല. സ്നേഹിക്കാൻ ആളില്ലാത്ത, സ്നേഹം കിട്ടിയിട്ടില്ലാത്ത, ബന്ധത്തിന്റെ വില അറിയാത്ത രാജീവിന്റെ തനിക്ക് സ്വന്തമെന്ന് പറയാനുള്ള അത്ര പ്രതീക്ഷയോടെ കാത്തിരുന്ന മകനെ കൂടി ഇനി കിട്ടില്ല എന്ന് തോന്നുമ്പോഴുള്ള വേദന അത്ര മനോഹരമായിട്ടാണ് ലാലേട്ട അവതരിപ്പിച്ചത്. രാജീവ് അവനെ ഇഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് കരയുമ്പോഴും ക്ലൈമാക്സിൽ കുട്ടിയെ ആനിക്ക് കൊടുക്കുമ്പോഴും എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്റെ മകൻ മിടുക്കനായി വളരും. വെക്കുള്ളൂ. ആനി മകനെ സ്നേഹിച്ചതുപോലെ മാഗി എന്നെ സ്നേഹിക്കുമോ എന്ന് ആനി
മോനെ സ്നേഹിക്കുന്ന പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാം. വിറയ്ക്കുന്ന വിരലും ചിരിച്ചുകൊണ്ട് കരയുന്ന മുഖവുമായി ലാലേട്ടന്റെ രാജീവ് പറയുമ്പോഴും എത്ര കട്ടിയായ മനസ്സുള്ള ആളുടെയും കണ്ണ് നിറഞ്ഞു പോകും. തന്മാത്ര. തനിക്ക് കിട്ടാത്ത IAS സ്വപ്നം മകനിലൂടെ നേടിയെടുക്കാൻ നോക്കുന്ന ജീനിയസ് ആയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ രമേശൻ നായർ ഭാര്യയും മക്കളുമായി സന്തോഷമായി കഴിയുന്നതിനിടയിൽ രമേശന് ചെറിയ ചെറിയ മറവികൾ ഉണ്ടാകാൻ തുടങ്ങുന്നു. പിന്നീട് ആ ചെറിയ ചെറിയ മറവികൾ വലിയ മറവികളാകുന്നു. ബ്ലസ്സി എഴുതി ഡയറക്റ്റ് ചെയ്ത് 2005 ഇറങ്ങിയ തന്മാത്ര മറവിരോഗം അൽഷിമേഴ്സിനെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. രമേശന്റെയും ഭാര്യ ലേഖയുടെയും മക്കളുടെയും അച്ഛന്റെയും ഇടയിലുള്ള ആഴത്തിലുള്ള ബന്ധങ്ങളെ കാണിക്കുന്ന ഫസ്റ്റ് ഹാഫിന് ശേഷം വരുന്ന സെക്കൻഡ് ഹാഫിലാണ് രമേശന്റെ രോഗം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അത്രയ്ക്കും ഡീപ്പായുള്ള അവർക്കിടയിലെ ബന്ധം അറിയാവുന്ന നമുക്ക് രമേശന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ പോലും രമേശൻ മറക്കുന്നത് കാണുന്ന സെക്കൻഡ് ഹാഫ് കണ്ണിൽ വെള്ളം നിറയാതെ നമുക്ക് കണ്ടിരിക്കാനാവില്ല. അൽഷിമേഴ്സ് ബാധിച്ച രോഗിയായി അത്രയ്ക്ക് മനോഹരമായാണ് ലാലേട്ട അഭിനയിച്ച്. ലേഖയെ മറന്നുപോയതിനു ശേഷമുള്ള ലേഖയെ കെട്ടിപ്പിടിച്ച് കരയുന്ന സീനും മകൻ മനു രമേശന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കില്ലെന്ന് പറയുമ്പോഴുള്ള എന്തൊക്കെയോ ഓർമ്മകൾ വന്നതുകൊണ്ടുള്ള രമേശന്റെ കരച്ചിലും എല്ലാം കാണുന്ന നമ്മളെയും കരയിക്കും. ഓർമ്മകൾ തിരിച്ചു കിട്ടിയെന്ന് തോന്നിയെടുത്ത് നിന്നും ഓർമ്മകളുടെ കൂടെ രമേശനും പോയി എന്ന് മനസ്സിലാകുന്ന അവസാന സീനും കൂടി ആകുമ്പോൾ ശരിക്കും നമ്മുടെ നെഞ്ചൊന്ന് പിടയും. നമ്പർ 1 പോകുന്നതിന് മുമ്പ് കുറച്ച് ഹോണറബിൾ മെൻഷൻസ്. ചെങ്കോൽ, ജനുവരി ഒരു ഓർമ്മ, ഉണ്ണികളെ ഒരു കഥ പറയാം, കമലദളം, വന്ദനം, കിരീടം. പോലീസ് കോൺസ്റ്റബിളായ അച്യുതൻ നായർ മകൻ സേതുമാധവനെ പോലീസ് ഇൻസ്പെക്ടർ ആക്കാൻ തയ്യാറാക്കുന്നു. അതിനിടയിൽ കീരിക്കാടൻ ജോസ് എന്ന ക്രിമിനലിന്റെ നാട്ടിലേക്ക് അച്യുതൻ നായർക്ക് സ്ഥലം മാറ്റം കിട്ടുന്നു. ടെസ്റ്റ് ഇന്റർവ്യൂ എല്ലാം പാസ്സായി പോലീസ് വെരിഫിക്കേഷന് വെയിറ്റ് ചെയ്തിരിക്കുന്ന സേതുമാധവന് പക്ഷേ കീരിക്കാടൻ ജോസുമായിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ടി വരുന്നു. ലോഹിതദാസ് സിബിമലയാള ടീമിന്റെ ഏറ്റവും മികച്ച സിനിമയായ കിരീടം നഷ്ടസ്വപ്നങ്ങളുടെ കഥയാണ് പറഞ്ഞത്. അറിയാതെ അകപ്പെട്ടു പോകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വീഴുന്ന ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ നഷ്ടപ്പെട്ടു പോകുന്ന സേതുവിനെ അത്രയ്ക്കും മനോഹരമായാണ് ലാലേട്ട അവതരിപ്പിച്ചത്. ക്ലൈമാക്സിൽ അച്യുതൻ നായരുടെ കത്തി താഴെയിടറ അച്ഛനാടാ പറയുന്നത് എന്ന ഡയലോഗും കത്തി താഴെയിടറ നിന്റെ അച്ഛനാടാ പറയുന്നത് കത്തി താഴെയിടറ കത്തി വലിച്ചെറിഞ്ഞുള്ള സേതുവിന്റെ കരച്ചിലും തന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന മകൻ പോലീസ് ആകുന്നതിന് പകരം ഒരു ക്രിമിനൽ ആകുന്നത് കാണേണ്ടി വന്ന ആകെ മാനസികമായി തകർന്ന അച്യുതൻ നായരുടെ അവസാന സീനും കൂടി ആകുമ്പോൾ സിനിമ നമ്മുടെ നെഞ്ച് തകർക്കും. നിങ്ങളെ ഏറ്റവും കൂടുതൽ കരയിച്ച ലാലേട്ട സിനിമ ഏതാണ്? കമന്റ് ചെയ്യുക. നിങ്ങളൊരു മൂവി ലവർ ആണോ എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൂവി ലവേഴ്സ് ആയ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യുക.